അത് കുഴപ്പമില്ല. ഇത്ര കാലം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ISL ക്ലബ്ബുകൾ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗ് കളിക്കാനുള്ള പ്രീമിയർ ലൈസൻസ് ഇല്ലാതെയാണ് കളിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. ലൈസൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വുമൻസ് ടീമിനെ തട്ടിക്കൂട്ടിയ കാര്യവും പിന്നീട് അത് അടച്ചുപൂട്ടിയ കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണയും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അടുത്ത സീസണിലേക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രീമിയർ വൺ ലൈസൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ പറ്റത്തില്ല നിയമപ്രകാരമായിട്ട്. അത് കഴിഞ്ഞ സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ മുമ്പത്തെ സീസണിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിനെതിരെയുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ കൊടുത്തിട്ട് താൽക്കാലിക വിധി നേടി കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, മറ്റു പല ക്ലബ്ബുകളും ഈ ഒരു മാർഗ്ഗമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ലൈസൻസ് ഗ്രാൻഡ് ചെയ്യപ്പെട്ട ക്ലബ്ബുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിമിതമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഈസ്റ്റ് ബംഗാൾ FC, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി FC, ബംഗളൂരു FC ഗോവ, പഞ്ചാബ് FC ഈ ക്ലബ്ബുകൾക്ക് മാത്രമാണ് പ്രീമിയം വൺ ലൈസൻസ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനും ഡൽഹിക്കും ഒഡീഷ FCക്കും മോഹൻ ബഗാൻ വരെ ലൈസൻസ് റിജക്റ്റഡ് ആയിട്ടുണ്ട്. ചെന്നൈയിൻ FCക്കും മുഹമ്മദൻസിനും ഇന്റർകാഷിക്കും ലൈസൻസ് റിജക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഈ ലൈസൻസ് റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യുകയും അപ്പീൽ ചെയ്യുകയും ചെയ്ത് കളിക്കാൻ പറ്റും. അടുത്ത വർഷത്തെ ലീഗിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരത വന്ന ശേഷം ടീമുകളൊക്കെ കളിക്കും. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല.